ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ വിജയക്കൊടി പാറിച്ചത്. ശശി തരൂരോ രാജഗോപാലോ ആര് ജയിക്കുമെന്ന് പറയാനാവാത്ത വിധം വോട്ടെണ്ണൽ വേളയിൽ ലീഡ് നില മാറിമറിഞ്ഞു. ഒരു ത്രില്ലർ സിനിമ പോലെയായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ഒ രാജഗോപാലിനായിരുന്നു മുൻതൂക്കം. തൊട്ടു പിന്നാലെ ശശി തരൂരും. പോസ്റ്റൽ വോട്ടുകൾക്ക് പിന്നാലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം എണ്ണി തുടങ്ങിയപ്പോഴും ഒ രാജഗോപാൽ തന്നെയായിരുന്നു മുന്നിൽ. പിന്നിൽ ശശി തരൂരും. LDF സ്ഥാനാർത്ഥിയായി ബെന്നറ്റ് എബ്രഹാമിന് മൂന്നാമതായിരുന്നു എപ്പോഴത്തെയും സ്ഥാനം. കോൺഗ്രസിന് കൂടുതൽ ടെൻഷൻ നൽകിക്കൊണ്ട് രാജഗോപാലിന്റെ ലീഡ് 2 അക്കം കടന്ന് 3 അക്കത്തിലെത്തി. അതോടെ BJP പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. പാർട്ടി ആസ്ഥാനത്തിരുന്നായിരുന്നു ഒ രാജഗോപാലും വോട്ടെണ്ണൽ നിരീക്ഷിച്ചത്. കൈയടിച്ച് BJP പ്രവർത്തകർ കേരളത്തിൽ താമര വിരിയുന്നത് സ്വപ്നം കണ്ടു. പക്ഷേ 11 മണിയായതും ശശി തരൂരിന്റെ ലീഡ് പതുക്കെ ഉയർന്നു തുടങ്ങി. അതോടെ കോൺഗ്രസ് ക്യാമ്പിൽ ആഹ്ലാദം അലതല്ലി. 80% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒ രാജഗോപാൽ വീണ്ടും കുതിച്ചുകയറി. ആ കുതിച്ചുകയറ്റം ശശി തരൂരിന്റെ മാത്രമല്ല, മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഹൃദയമെടുപ്പ് ഇരട്ടിപ്പിച്ചു. കയറി ഒ രാജഗോപാൽ 10,000 കടന്നു. പിന്നെയും കയറി 12,000 ലീഡിലെത്തി. എതിരാളി നിഷ്പ്രഭമായെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു BJP പ്രവർത്തകർ. പക്ഷേ BJP പ്രവർത്തകരുടെ സന്തോഷം അധികം നീണ്ടില്ല. തരൂർ 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും മുന്നിലെത്തി. 8 പിന്നീട് 48ഉം 108ഉം ഒക്കെയായി ഉയർന്നു. 97% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴേക്കും തരൂരിന്റെ ലീഡ് നില 4,000 കടന്നു. അവസാന ഘട്ടം എത്തിയപ്പോൾ തരൂരിന്റെ ഗ്രാഫ് വീണ്ടും ഉയർന്നു. ഒ രാജഗോപാൽ 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കൈപ്പിടിയിലെത്തിയ വിജയം നഷ്ടമായതിന്റെ ആഘാതം BJP ക്യാമ്പിനെ തളർത്തിയപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദ നിമിഷമായി മാറി. 2020 ക്രിക്കറ്റ് മാച്ച് പോലെ ആയിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ഓവേഴ്സ് വരെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, മനസ്സിലായി. എന്തായാലും അവസാനത്തിൽ തിരുവനന്തപുരത്തിന് ജനങ്ങൾ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്തു. ആത്മാർത്ഥതയായിട്ട് 5 വർഷം കൂടെ പ്രവർത്തിച്ചതിന് അതിന് ഒരു റെക്കഗ്നിഷൻ തന്നു. മതേതരത്വത്തിൽ ഈ ആന്റി കമ്മ്യൂണൽ ക്യാമ്പയിന് വേണ്ടി വോട്ട് തന്നു. അവസാനത്തിൽ എൻ്റെ എതിരെ അടിസ്ഥാനമില്ലാത്ത പേഴ്സണൽ ആരോപണ ആക്ഷേപങ്ങൾ കൊണ്ടുവന്നതിൻ്റെ അതിനെതിരും ഒരു ഫിറ്റിംഗ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഒടുവിൽ 14,501 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തരൂർ വീണ്ടും തലസ്ഥാനത്തിന്റെ MP ആയി. CPI സ്ഥാനാർത്ഥിയായി ബെന്നറ്റ് എബ്രഹാം ആകട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഇടം പിടിച്ചതുമില്ല.